കായിക മന്ത്രി സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട്. കായിക വകുപ്പ് സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ ഇവരൊക്കെ മന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട്. അവർ പോയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്താനും അതുപോലെ അർജന്റീന ടീമിനെ, ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കായിക മന്ത്രി സംഘവും പോയത് എന്ന് പറയുന്ന വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടി കൈവശമുണ്ട്. അപ്പോൾ കായിക മന്ത്രി മാത്രമല്ല അതിന് 13 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നത് മറുപടിയും കൈവശമുണ്ട്. അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് കായിക മന്ത്രിയോട് ചോദിക്കുമ്പോൾ എന്തോ വീട്ടിലെ കാര്യം ചോദിച്ച പോലെ അല്ല കായിക മന്ത്രി മറുപടി പറയേണ്ടത്. ഇതിന് കൃത്യമായി മറുപടി പറയണം. എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത്? ഇതിൻ്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത്, പുറത്തുള്ളൊരു വ്യക്തിയാണ്. കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത്. ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ? 139 കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത്. അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം. കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത്.